ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ഇന്ന് നമ്മൾ നോമ്പ് ആരംഭിക്കുകയാണ്. വിഭൂതി തിരുനാൾ അല്ലേ? നോമ്പ് ആരംഭിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് വചനത്തിൻ്റെ ഭാഗത്തും അതേപോലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഭൂതി തിരുനാൾ, നെറ്റിയിൽ ചാരം പൂശിയിട്ടാണ് നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത്. എന്തിനാണ് ഈ നെറ്റിയിൽ ചാരം പൂശി നമ്മൾ നോമ്പ് ആരംഭിക്കുന്നത്? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെയൊക്കെ അഹങ്കാരം മാറാനായിട്ട്, നമ്മളൊക്കെ ഒന്ന് എളിമപ്പെടാനായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നെറ്റിയിൽ ഈ ചാരം പൂശുക എന്ന് പറയുന്നത്. എന്താണിത്? നമ്മൾ വെറും മണ്ണാണ്, വെറും മണ്ണായ, വെറും ക്ഷണികമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നെറ്റിയേല് ചാരം പൂശിയിട്ട് നമ്മൾ ഈ നോമ്പ് ആരംഭിക്കുന്നത്. വെറും ക്ഷണികര കേട്ടോ, വലിയവരൊന്നുമല്ല. ഇന്ന് ഈ നിമിഷം വേണമെങ്കിലും എനിക്ക് തിരിച്ചു പോകേണ്ട വ്യക്തിയാണ് എന്ന് കാരണം ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ എന്ത് മാറും? അഹങ്കാരം മാറും കേട്ടോ. ഞാനെന്ന ഭാവം മാറും. വെറും ക്ഷണികരാണ്, മണ്ണാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്കും ഒരിക്കലും അഹങ്കരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നോമ്പിൻ്റെ ആരംഭ ദിനത്തിൽ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ട് വെടിയുവാനായിട്ട്, അഹങ്കാരം പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് മാറാനായിട്ട് നെറ്റിയേൽ ചാരം പൂശിയിട്ട് നമ്മൾ ഈ നോമ്പ് ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ചാരം പൂശി എളിമപ്പെട്ടത് കൊണ്ട് മാത്രം നോമ്പ് ആരംഭിച്ചാൽ പോരാ, മറിച്ച് ഒരു കാര്യം കൂടെ ഈ നോമ്പിൽ നമ്മൾ ആരംഭിക്കണം. അതുകൊണ്ടാണ് കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെടാം. എല്ലാവരെയും സ്നേഹിക്കണം. എല്ലാവരെയും സ്നേഹിക്കാതെ നമുക്ക് ഈ നോമ്പ് കൊണ്ട് ഒരു പ്രയോജനമില്ല. മനസ്സിൽ വിദ്വേഷം കുത്തി നിറച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ വന്ന് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്താൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ എന്നെ ഓർമ്മ. അതുകൊണ്ടാണ് ഈ നോമ്പ് തുടങ്ങുന്ന ഇന്ന് തന്നെ കൃത്യമായിട്ട് ഈശോ പറയുന്നത്, നീ നിന്റെ ഉള്ളിലുള്ള വിദ്വേഷം മാറ്റിവെക്കുക, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് നീ തയ്യാറാവുക. കാരണം നിന്റെ ജീവിതം വളരെ ക്ഷണികമാണ്. ക്ഷണികമായ ഈ ജീവിതം നയിക്കുന്ന നീ, നശ്വരമായ ജീവിതമുള്ള നിനക്ക് എന്തിനാണ് ഈ മനുഷ്യനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത്? മനസ്സിൽ പകയോടുകൂടി നീ ഈ നോമ്പിലേക്ക് പ്രവേശിച്ചാൽ ആ നോമ്പ് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഫലവത്താവുകയില്ല, ഒരിക്കലും നിനക്ക് അനുഗ്രഹം ലഭിക്കത്തില്ല. അതുകൊണ്ടാണ് നീ കാഴ്ചവസ്തു അവിടെ വെച്ച് മനസ്സിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക, പൂർണ്ണമായിട്ട് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. അവരിൽ നിന്ന് ലഭിച്ച മുറിവുകളും പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച് സ്നേഹത്തോടുകൂടി ബലിയർപ്പിച്ചാൽ, സ്നേഹമുള്ളവരെ, എന്നാൽ മാത്രമേ എൻ്റെ നോമ്പ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ, എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ഞാനെന്ന ഭാവം വെടിയുവാനായിട്ട്, ക്ഷണികമായ ജീവിതമാണ് എന്നുള്ള ഭാവത്തോടുകൂടി അഹങ്കാരം വെടിഞ്ഞ് എളിമപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട്. രണ്ടാമത്തെ കാര്യം, ആരോടെങ്കിലും വിദ്വേഷം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഈ നോമ്പ് അതിൻ്റെ പൂർണ്ണതയിൽ നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.